ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് 3 അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാസ്റ്റിംഗ് മെത്തേഡ്സിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഈ 3 ടോപ്പിക്കും ചെറിയ ടോപ്പിക്കാണെന്ന് നമുക്ക് പറയാം. 10 മാർക്സിനുള്ള ക്വസ്റ്റ്യനായിട്ടൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. കാരണം ഇത് ഫിഗേഴ്സും കുറച്ച് സിമ്പിളാണെന്ന് പറയാം. മാത്രമല്ല അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നതും കുറച്ച് സിമ്പിളാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമുക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഫിഗേഴ്സ് കൊടുത്തിട്ടില്ലാത്ത 1-2 ചെറിയ കാസ്റ്റിംഗ് മെത്തേഡ്സൊക്കെയാണ്. ഞാൻ പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പറ്റാവുന്ന സിമ്പിളായിട്ടുള്ളൊരു ഫിഗേഴ്സൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാനുള്ളത് ഈ വാക്യൂം കാസ്റ്റിങ്, പിന്നെ ഫ്ലഷ് കാസ്റ്റിങ്, പിന്നെ സ്ക്യൂസ് കാസ്റ്റിങ്. ഇങ്ങനെ 3 ഫിഗേഴ്സാണ്, ഇങ്ങനെ 3 പ്രോസസ്സുകളാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഈ 3 കാസ്റ്റിങ്ങിലും നമുക്ക് ഉപയോഗിക്കുന്ന മൗൾഡ് എന്ന് പറയുന്നത് പെർമനൻറ്റ് മൗൾഡ് എന്ന് പറയാം. ഓരോ തവണയും മൗൾഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നില്ല, പെർമനൻ്റ് ആയിട്ടുള്ളൊരു മൗൾഡാണ് ഉപയോഗിക്കുന്നത്. അതായത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന മൗൾഡാണ് ഈ 3 ടൈപ്പ് കാസ്റ്റിംഗ് മെത്തേഡ്സിലും യൂസ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പം വാക്യൂം കാസ്റ്റിംഗ് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. നമ്മൾ ഹൈ പ്രഷർ ഡൈ കാസ്റ്റിംഗ് പഠിച്ചു, അതുപോലെ തന്നെ ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗ് പഠിച്ചു. അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ഈ വാക്യൂം ഡൈ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ വാക്യൂം ഡൈ കാസ്റ്റിംഗ്, ഈ വാക്യൂം എന്ന് പറയാൻ കാര്യം ഈ മൗൾഡിൻ്റെ അകത്തേക്ക് മോൾട്ടൺ മെറ്റൽ അകത്തേക്ക് കയറുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ വാക്യൂം ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ആ വാക്യൂം ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് മോൾട്ടൺ മെറ്റൽ മൗൾഡിൻ്റെ അകത്തേക്ക് കയറുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ വാക്യൂം കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കുക, ഇത് ഒരു ഫർണസ് എന്ന് പറയും, ഇൻഡക്ഷൻ ഫർണസ് എന്ന് പറയാം. അതായത് റോ മെറ്റീരിയലായിട്ടുള്ള മെറ്റലിനെ ഹീറ്റ് അപ്ലൈ ചെയ്ത് മെൽറ്റ് ചെയ്യുന്ന ഒരു ഫർണസാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൽ ഈ കാണുന്നതാണ് മൗൾഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഈ ഇങ്ങനെ ഷെയ്ഡ് കൊടുത്തിട്ടുള്ള ഈ പോർഷനാണ് മൗൾഡ്. അതൊരു പെർമനൻ്റ് മൗൾഡാണ്, മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയ ബോഡി ആയിരിക്കും ആ മൗൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൗൾഡിലേക്ക് ഈ ഫർണസിൽ നിന്ന് മോൾട്ടൺ മെറ്റൽ കയറാനായിട്ട് ഒരു ഓപ്പണിംഗ് ഒക്കെ ഉണ്ട്, ഗേറ്റ് എന്ന് പറയുന്നത്. ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ്, പാസേജ്, മോൾട്ടൺ മെറ്റലിൻ്റെ പാസേജിനാണ് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗേറ്റ് അല്ല, അതായത് ഇവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്പണിംഗ് വഴിയായിരിക്കും ഈ ഫർണസിലുള്ള ഈ മോൾട്ടൺ മെറ്റൽ ഈ മൗൾഡിൻ്റെ അകത്തേക്ക് കയറുന്നത്. അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ പോർഷനാണ് മൗൾഡ് എന്ന് പറയുന്നത്. ഈ ഒരു വാക്യൂം കാസ്റ്റിംഗ് എന്ന് പറയുന്ന കാസ്റ്റിംഗ് മെത്തേഡ് സാധാരണ ഉപയോഗിക്കുന്നത് തിന്നായിട്ടുള്ള കാസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കാനാണ്. വലിയ കാസ്റ്റിംഗ് അല്ല, വളരെ തിക്കായിട്ടുള്ള വലിയ ലാർജ് ബോഡീസ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ഒന്നും ഉണ്ടാക്കാനല്ല ഉപയോഗിക്കുന്നത്. ഇത് സാധാരണ വളരെ തിന്നായിട്ടുള്ള കാസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഈ സാധാരണ വാക്യൂം കാസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് മൗൾഡ്. ആ മൗൾഡിൻ്റെ മുകളിലായിട്ട് അതുമായിട്ട് ജോയിൻ ചെയ്ത പോർഷനിലായിട്ട് ഇവിടെ ഒരു കുറച്ച് സ്പേസും ഇവിടെ ഒരു വാക്യൂം പമ്പും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞൊരു പൈപ്പായിട്ടൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു വാക്യൂം പമ്പിൻ്റെ കണക്ഷനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് ഇതിൻ്റെ അകത്ത് വാക്യൂം ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് വാക്യൂം പമ്പ് ഉപയോഗിച്ചായിരിക്കും ഈ പോർഷൻ്റെ അകത്ത് വാക്യൂം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വാക്യൂം ക്രിയേറ്റ് ചെയ്യുമ്പം ഇതിൻ്റെ അകത്തും ഒരു വാക്യൂം ക്രിയേറ്റ് ആയി, ഈ മൗൾഡിൻ്റെ അകത്തും കുറച്ച് വാക്യൂം ക്രിയേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ വാക്യൂം കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. വാക്യൂം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പ്രഷർ എന്നൊക്കെ പറയാം, അതിനാണ് വാക്യൂം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇത് ഫർണസ് ഉപയോഗിച്ച് ആ റോ മെറ്റീരിയലിനെ ഹീറ്റ് ചെയ്ത് മോൾട്ടൺ മെറ്റലാക്കുന്നു. മോൾട്ടൺ മെറ്റലാക്കിയതിന് ശേഷം ഈ മൗൾഡ് എന്ന് പറയുന്ന ഈ ഒരു മൊത്തം എക്യുപ്മെൻ്റ് തന്നെ താഴോട്ട് മൂവ് ചെയ്യുന്നു. താഴോട്ട് മൂവ് ചെയ്തിട്ട് കുറച്ച് ഭാഗം ഒന്ന് ഇമേഴ്സ് ചെയ്യും. കുറച്ച് ഭാഗം ഇമേഴ്സ് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ഭാഗം ഒന്ന് മുക്കി, ഈ മൗൾഡിൻ്റെ കുറച്ച് ഭാഗം ഈ മോൾട്ടൺ മെറ്റലിലോട്ടൊന്ന് മുക്കി വയ്ക്കും. അതാണ് ഇമേഴ്സ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇമേഴ്സ് ചെയ്യുമ്പോൾ ഫുള്ള് ആയിട്ട് അങ്ങ് ഇമേഴ്സ് ചെയ്യത്തില്ല, മുഴുവൻ അങ്ങ് ഈ മോൾട്ടൺ മെറ്റലിൻ്റെ അകത്തേക്ക് മുക്കി വയ്ക്കത്തില്ല. പകരം കുറച്ച് പോർഷൻ, അതായത് ഈ ഓപ്പണിംഗ് വരുന്ന ആ ഒരു പോർഷൻ ഈ മോൾട്ടൺ മെറ്റലിൻ്റെ അകത്ത് വരുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് ഇമേഴ്സ് ചെയ്ത് വയ്ക്കും. അങ്ങനെ ഇമേഴ്സ് ചെയ്ത് വയ്ക്കപ്പോഴും ഈ മൗൾഡിൻ്റെ അകത്തേക്ക് ഈ മോൾട്ടൺ മെറ്റൽ കയറത്തില്ല. കാരണം ഇത് വളരെ തിന്നായിട്ടുള്ളൊരു ഗ്യാപ്പാണ് ഈ മൗൾഡ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തേക്ക് മോൾട്ടൺ മെറ്റൽ കയറുകയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ മോൾട്ടൺ മെറ്റൽ കയറാനായിട്ടാണ് ഈ വാക്യൂം പമ്പ് ഉപയോഗിച്ച് ഇവിടെ ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഈ ഭാഗത്ത് വാക്യൂം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ മൗൾഡിൻ്റെ അകത്തുള്ള ആ ഒരു പോർഷനിൽ വാക്യൂം ക്രിയേറ്റ് ആകും. അങ്ങനെ വാക്യൂം ക്രിയേറ്റ് ചെയ്യുന്നത് മൂലം ഈ മോൾട്ടൺ മെറ്റൽ റൈസായി, ഈ വാക്യൂത്തിൻ്റെ ആ ഒരു പ്രസൻസ് കാരണം റൈസായി മൗൾഡ് ക്യാവിറ്റിയിൽ ഫില്ലായി നിൽക്കും. അങ്ങനെ ആ വാക്യൂം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. ഇത് സോൾഡിഫൈ ചെയ്യുന്നത് വരെ ആ വാക്യൂം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. അതായത് കുറച്ച് ഇമ്മേഴ്സ് ചെയ്ത് തന്നെ ഇരിക്കും. ഇമ്മേഴ്സ് ചെയ്ത് തന്നെ അത് സോൾഡിഫൈ ചെയ്തതിന് ശേഷം ഈ സാധനം പൊക്കി വയ്ക്കുക. എന്നിട്ട് ഈ മൗൾഡിനെ ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്തുള്ള കാസ്റ്റിങ്ങിനെ പുറത്തോട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ് ഈ നടക്കുന്നത്. അതായത് ഇൻഡക്ഷൻ ഫർണസ് കാണും, അതിൽ മോൾട്ടൺ മെറ്റൽ കാണും, അതിലേക്ക് ഈ മൗൾഡിനെ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇമേഴ്സ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ആ സമയത്ത് ഇവിടെ വാക്യൂം അപ്ലൈ ചെയ്യുമ്പം ആ വാക്യൂത്തിൻ്റെ ആ ഒരു നെഗറ്റീവ് പ്രഷർ കാണാം, മോൾട്ടൺ മെറ്റൽ ഈ മൗൾഡ് ക്യാവിറ്റിയുടെ അകത്തേക്ക് കയറും. അപ്പോൾ ഈ മൗൾഡ് ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള കാസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കാനുള്ള മൗൾഡ് ക്യാവിറ്റിയാണ്. അപ്പോൾ വാക്യൂം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. സോൾഡിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് മുകളിലോട്ട് മൂവ് ചെയ്യുകയും അതിന് ഈ മൗൾഡ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്തുള്ള കാസ്റ്റിങ്ങിനെ പുറത്തെടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത്ര സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ് വാക്യൂം കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ 2 ഫിഗറും കൂടെ വരയ്ക്കേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒരു ഫിഗർ വരച്ചാലും മതി. എന്നിട്ട് പ്രോസസ്സ് ഒരു 4-5 സെൻറ്റൻസിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം.
അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസും ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ച ഈ പ്രഷർ ഡൈ കാസ്റ്റിങ്ങിലോ അല്ലെങ്കിൽ ഗ്രാവിറ്റി ഡൈ കാസ്റ്റിങ്ങിലോ എഴുതിയ അതേ സെയിം അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇതിലും എഴുതാനായിട്ട് സാധിക്കും. ഇത് 10 മാർക്സിന് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ ഒരു 5 to 7 മാർക്സിനൊക്കെ ഈ വാക്യൂം കാസ്റ്റിംഗ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ആദ്യത്തെ കാസ്റ്റിംഗ് മെത്തേഡ്. രണ്ടാമതാണ് ഫ്ലഷ് കാസ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ്. ഈ ഫ്ലഷ് കാസ്റ്റിങ്ങിലും പെർമനൻ്റ് ആയിട്ടുള്ള മൗൾഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് മൗൾഡ് എന്ന് പറയുന്നത്. 2 ഹാഫായിട്ട് വെച്ചിട്ട് 2 ഹാഫിനെ ചേർത്ത് വെച്ചിട്ടായിരിക്കും മൗൾഡ് ക്യാവിറ്റി ഫോം ചെയ്യുന്നതും. അതിലേക്ക് മോൾട്ടൺ മെറ്റൽ അങ്ങ് ഒഴിച്ചു കൊടുക്കും. ഈ മൗൾഡ് ഫില്ലാവുന്ന രീതിയിൽ തന്നെ ഈ മോൾട്ടൺ മെറ്റൽ അങ്ങ് നിറച്ച് കൊടുക്കും. ഇങ്ങനെ മോൾട്ടൺ മെറ്റൽ നിറച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. അത് സോൾട്ടിഫൈ ചെയ്യാനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. ഇത് സോൾട്ടിഫൈ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് എൻറ്റയർ കാസ്റ്റിംഗ് ഇതിൻ്റെ അകത്തോട്ട് മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുത്ത് അത് മുഴുവനും സോൾട്ടിഫൈ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യത്തില്ല. പകരം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുള്ളൂ. ഈ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മോൾട്ടൺ മെറ്റൽ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് നിറച്ച് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് വയ്ക്കും. അങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴേക്കും സോൾട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഈ സോൾട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് പോർഷനിലാണെന്ന് വെച്ചാൽ ഈ മൗൾഡ് ക്യാവിറ്റി ആയിട്ട് ടച്ച് ചെയ്ത് വരുന്ന ഭാഗത്ത് മോൾട്ടൺ മെറ്റലായിരിക്കും ആദ്യമേ സോൾട്ടിഫൈ ചെയ്ത് തുടങ്ങുന്നത്. അല്ലാതെ ഒരു മിഡിൽ പോർഷനുള്ള മോൾട്ടൺ മെറ്റലായിരിക്കത്തില്ല സോൾട്ടിഫൈ ചെയ്ത് തുടങ്ങുന്നത്. എപ്പോഴും ഈ മൗൾഡ് ക്യാവിറ്റി ആയിട്ട് ടച്ച് ചെയ്ത് വരുന്ന ഭാഗത്ത് മോൾട്ടൺ മെറ്റലായിരിക്കും സോൾട്ടിഫൈ ചെയ്ത് തുടങ്ങുന്നത്. അപ്പം കൂടുതൽ നേരം കഴിയും തോറും ഈ സോൾട്ടിഫിക്കേഷൻ കൂടിക്കൂടി വരും. ഈ മൗൾഡ് ക്യാവിറ്റി എന്നുള്ള സോൾട്ടിഫിക്കേഷൻ കൂടിക്കൂടി വരും. അതായത് കൂടുതൽ തിക്നെസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കൂടുതൽ നേരം വെയിറ്റ് ചെയ്യും തോറും ആ കൂടുതൽ തിക്നെസ് ഇങ്ങനെ കൂടിക്കൂടി വരും. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ മോൾട്ടൺ മെറ്റൽ ഇതിൻ്റെ അകത്തോട്ട് നിറച്ച് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യും. ആ കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ ഈ മൗൾഡ് ക്യാവിറ്റിയുമായിട്ട് ടച്ച് ചെയ്ത് കോൺടാക്റ്റിൽ വരുന്ന ആ പോർഷനിലെ മോൾട്ടൺ മെറ്റൽ സോൾട്ടിഫൈ ചെയ്യാനുള്ള അത്രയും ടൈം മാത്രമേ നമ്മൾ വെയിറ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെ സോൾട്ടിഫൈ ചെയ്യുമ്പോഴേക്കും കുറച്ചൊരു ലെയർ പോലെ ആ ഒരു പാർട്ട് അവിടെ ഫോം ആവും. ഒരു ലെയർ പോലെ അവിടെ ആ കാസ്റ്റിംഗ് ഒന്ന് ഫോം ആവും. അപ്പോഴും അതിൻ്റെ അകത്ത് ഈ മിഡിൽ പോർഷനിലിരിക്കുന്ന മോൾട്ടൺ മെറ്റലെല്ലാം ലിക്വിഡ് ഫോമിൽ തന്നെ നിൽക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ഒരു ലെയർ പോലെ ഈ സോൾട്ടിഫൈ ചെയ്ത് തുടങ്ങും. ഈ മോൾട്ടൺ മെറ്റൽ ലെയർ പോലെ ഇവിടെ സോൾട്ടിഫൈ ചെയ്ത് തുടങ്ങി മൗൾഡ് ക്യാവിറ്റിയിൽ. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മൾ ഈ ഒരു മൗൾഡിനെ ജസ്റ്റ് അങ്ങ് ഇൻവേർട്ട് ചെയ്യും. ഇൻവേർട്ട് ചെയ്യുമ്പം ബാക്കി ലിക്വിഡ് ഫോമിലുള്ള മോൾട്ടൺ മെറ്റൽ എല്ലാം കൂടെ തിരിച്ച് അങ്ങ് താഴോട്ട് അങ്ങ് ഒഴുകി പോയിക്കോളും. അങ്ങനെ തിരിച്ച് ഈ സോൾട്ടിഫൈ ആവാത്ത മോൾട്ടൺ മെറ്റലായിരിക്കും താഴോട്ട് ഒഴുകി പോകുന്നത്. അങ്ങനെ സോൾട്ടിഫൈ ആവാത്ത മോൾട്ടൺ മെറ്റൽ താഴോട്ട് ഒഴുകി പോകുമ്പോഴും ഒരു ലെയർ പോലെ ഇവിടെ കുറച്ച് പോർഷൻ അവിടെ റീറ്റെയിൻ ചെയ്യും. അതായത് സോൾട്ടിഫൈ ചെയ്ത മോൾട്ടൺ മെറ്റൽ സോൾട്ടിഫൈ ചെയ്ത ഒരു ലെയർ പോലെ ഒരു പോർഷൻ അത് ഇവിടെ തന്നെ റീറ്റെയിൻ ചെയ്യും. അതാണ് നമുക്ക് കിട്ടുന്ന കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ഹോളോ കാസ്റ്റിംഗ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഇങ്ങനെ ഇൻവേർട്ട് ചെയ്ത് ഈ മോൾട്ടൺ മെറ്റലെല്ലാം കൂടെ തിരിച്ച് താഴോട്ട് പോയതിന് ശേഷം ഈ മൗൾഡിനെ സ്പ്ലിറ്റ് ചെയ്ത് അത് ഓപ്പൺ ചെയ്ത് ഈ കാസ്റ്റിങ്ങിനെ പുറത്തെടുക്കാം. അപ്പം പുറത്തെടുക്കുന്ന കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഹോളോ കാസ്റ്റിംഗ് ആണെന്ന് പറയാം. അതായത് മൗൾഡ് ക്യാവിറ്റിയായിട്ട് കോൺടാക്റ്റ് വന്ന ഭാഗത്തുള്ള മോൾട്ടൺ മെറ്റൽ മാത്രമേ സോൾട്ടിഫൈ ആയുള്ളൂ. അതായത് കുറച്ച് തിക്നെസ്സിലായിരിക്കും മോൾട്ടൺ മെറ്റൽ സോൾട്ടിഫൈ ആയത്. കൂടുതൽ നേരം വെയിറ്റ് ചെയ്യണമെങ്കിൽ ഇത് കൂടുതൽ തിക്നെസ്സിലുള്ള ഒരു ഹോളോ കാസ്റ്റിംഗ് നമുക്ക് കിട്ടും. ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണമെങ്കിൽ ഇത് മുഴുവൻ ഇതിൻ്റെ മോൾട്ടൺ മെറ്റൽ മുഴുവൻ അങ്ങ് സോൾട്ടിഫൈ ആയി പോകും. അപ്പം ഫുള്ള് സോൾട്ടിഫൈ ആകുമ്പോൾ വരെ നമ്മൾ വെയിറ്റ് ചെയ്യത്തില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്യത്തുള്ളൂ. ആ കുറച്ച് നേരം കൊണ്ട് കുറച്ച് തിക്നെസ്സിലുള്ള ഒരു ലെയർ പോലെ ഈ മൗൾഡ് ക്യാവിറ്റിയുടെ അവിടുത്തെ ആ ഒരു ഭാഗം സോൾട്ടിഫൈ ചെയ്തെടുക്കും. അപ്പോൾ ഇങ്ങനെ ഈ തിക്ക് ഹോളോ കാസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കാനാണ് സാധാരണ ഈ ഫ്ലഷ് കാസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ സാധാരണ ഉപയോഗിക്കുന്ന ഈ ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, അതായത് ലെഡ്, സിങ്ക് അല്ലെങ്കിൽ ലെഡ്, സിങ്ക് അല്ലെങ്കിൽ ടിന്ന്, ഇങ്ങനത്തെ മെറ്റീരിയൽസൊക്കെ ഇങ്ങനെ ഹോളോ കാസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സംഭവം ഈ ഫ്ലഷ് കാസ്റ്റിംഗ് എന്ന സംഭവം ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ തിക്കായിട്ടുള്ള ഹോളോ കാസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കാനും ഓർണമെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കാനും വെസൽസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഷേപ്പിലുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയെടുക്കാനാണ് ഈ ഫ്ലഷ് കാസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ മൗൾഡിലേക്ക് മോൾട്ടൺ മെറ്റൽ ഫില്ല് ചെയ്ത് നിറച്ച് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് അത് കംപ്ലീറ്റ് സോൾട്ടിഫൈ ചെയ്യുമ്പോൾ വെയിറ്റ് ചെയ്യത്തില്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ലെയർ പോലെ അതിൻ്റെ മൗൾഡ് ക്യാവിറ്റിയിൽ ചുറ്റുമായിട്ട് ഈ ഒരു സോൾട്ടിഫിക്കേഷൻ നടക്കും, മോൾട്ടൺ മെറ്റലിൻ്റെ സോൾട്ടിഫിക്കേഷൻ നടക്കും. എന്നിട്ട് അങ്ങനെ സോൾട്ടിഫൈ ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും കുറച്ച് തിക്കായിട്ടുള്ള ഒരു ലെയർ ഉണ്ടായി കഴിഞ്ഞു നമുക്ക് മനസ്സിലാകുമ്പോഴത്തേക്കും ഈ മൗൾഡിനെ അങ്ങ് ഇൻവേർട്ട് ചെയ്ത് അതിൻ്റെ മോൾട്ടൺ മെറ്റലെല്ലാം അങ്ങ് റിമൂവ് ചെയ്യും. എന്നിട്ട് ബാക്കി റീറ്റെയിൻ ചെയ്യുന്ന ആ സോൾട്ടിഫൈ ചെയ്ത ആ പോർഷൻ എന്താണോ അതാണ് ഈ മൗൾഡ് നമ്മൾ ഓപ്പൺ ചെയ്ത് അതിനെ പുറത്തെടുക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുന്ന ഒരു ഹോളോ കാസ്റ്റിംഗ് പോലെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതാണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഫ്ലഷ് കാസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് സാധാരണ ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആയിട്ടുള്ള മെറ്റൽസ് ഉപയോഗിച്ച് കാസ്റ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതായത് ഈ സിങ്ക്, ടിന്ന്, ലെഡ് അങ്ങനത്തെ മെറ്റൽസ് ഉപയോഗിച്ച് കാസ്റ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫ്ലഷ് കാസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. അടുത്തത് സ്ക്യൂസ് കാസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്.
ഇതിലും നമ്മൾ ഉപയോഗിക്കുന്ന മൗൾഡ് എന്ന് പറഞ്ഞാൽ ഒരു പെർമനൻ്റ് മൗൾഡ് തന്നെയാണ്. അപ്പോൾ ഈ മൗൾഡ് എന്ന് പറയുമ്പം 2 ഹാഫായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇതിൽ 2 ഹാഫ് എന്ന് പറയുമ്പം എക്സാക്റ്റ് ഹാഫ് ആയിട്ടല്ല ഇരിക്കുന്നത്, പകരം ഒരു പാർട്ടിനെ ഫീമെയിൽ പാർട്ടെന്നും മറ്റേ പാർട്ടിനെ മെയിൽ പാർട്ടെന്നും പറയുന്ന 2 പാർട്ടായിട്ടായിരിക്കും ഈ മൗൾഡ് ഇരിക്കുന്നത്. അതിനെ ഡൈ എന്നും പറയുന്നു. അപ്പം ഇതിനെ മെയിൽ പാർട്ടെന്നും പിന്നെ ഫീമെയിൽ പാർട്ടെന്നും പറയാൻ കാര്യം ഈ ഫീമെയിൽ പാർട്ടിൻ്റെ അകത്തേക്ക് ഈ മെയിൽ പാർട്ട് അകത്തേക്ക് കയറും. അതുകൊണ്ടാണ് ഒന്നിനെ മെയിൽ പാർട്ടെന്നും മറ്റേനെ ഫീമെയിൽ പാർട്ടെന്നും പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചത് ഈ ഒരു രീതിയിലിരിക്കുന്ന അതാണ് നമ്മുടെ മൗൾഡായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മെയിൽ പാർട്ട് ഫീമെയിൽ പാർട്ടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അകത്തേക്ക് കയറത്തില്ല, കുറച്ച് സ്പേസ്, കുറച്ച് ക്ലിയറൻസ് അവിടെ വിട്ടിരിക്കും. ആ ക്ലിയറൻസ് അല്ലെങ്കിൽ ആ 2 മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടും തമ്മിലുള്ള ആ ഗ്യാപ്പാണ് നമ്മുടെ ഇവിടെ മൗൾഡ് ക്യാവിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഈ മെയിൽ പാർട്ട് ഈ ഫീമെയിൽ പാർട്ടിൻ്റെ അകത്തേക്ക് കയറിയപ്പം എൻ്റെയർ ആയിട്ട് അതിവിടെ നിറഞ്ഞു നിൽക്കത്തില്ല, കുറച്ച് ഗ്യാപ്പ് ഇത് രണ്ടും തമ്മിൽ കാണും. ഈ മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ആ ഗ്യാപ്പാണ് ഈ മൗൾഡ് ക്യാവിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെങ്ങനെ ആ ഗ്യാപ്പിലോട്ടായിരിക്കും മോൾട്ടൺ മെറ്റൽ കയറുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഇവിടെ എന്താണ് അതിൻ്റെ പ്രൊസീജിയർ എന്തെന്ന് പറഞ്ഞാൽ ഈ ഫീമെയിൽ പാർട്ടിലേക്ക് നമ്മൾ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കും. മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ക്വാണ്ടിറ്റിയിൽ ഒഴിച്ചു കൊടുക്കത്തില്ല, കറക്റ്റ് ക്വാണ്ടിറ്റി മെഷർ ചെയ്ത് വെച്ചിരിക്കും. ആ കാസ്റ്റിംഗ് ഉണ്ടാക്കാനായിട്ട് എത്ര ക്വാണ്ടിറ്റി മെറ്റൽ വേണോ ആ ക്വാണ്ടിറ്റി മെഷർ ചെയ്ത മോൾട്ടൺ മെറ്റലായിരിക്കും ഈ ഫീമെയിൽ പാർട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ മെയിൽ പാർട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറ്റും. ഇതിൻ്റെ അകത്തേക്ക് പ്രഷർ കൊടുത്തായിരിക്കും അതിനെ ഇൻസേർട്ട് ചെയ്യുന്നത്. പ്രഷർ കൊടുത്താൽ മാത്രമേ ഈ മോൾട്ടൺ മെറ്റൽ വെച്ചിരിക്കുന്ന ഈ ഫീമെയിൽ പാർട്ടിൻ്റെ അകത്തേക്ക് ഈ മെയിൽ പാർട്ട് കയറുകയുള്ളൂ. അങ്ങനെ പ്രഷർ അപ്ലൈ ചെയ്ത് മെയിൽ പാർട്ട് ഈ ഫീമെയിൽ പാർട്ടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ ഉണ്ടാകും. ഇതിന് മാക്സിമം പ്രഷർ താഴോട്ട് അപ്ലൈ ചെയ്താൽ ഈ ഗ്യാപ്പ് എന്നത് കുറയത്തില്ല, കാരണം ഇവിടെ ഇടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ ഈ ഒരു പോയിന്റിൽ കൂടുതൽ താഴോട്ട് ഈ മെയിൽ പാർട്ട് പോകത്തില്ല. അപ്പോൾ എത്ര പ്രഷർ അപ്ലൈ ചെയ്താലും ഇവിടെ ഒരു ഗ്യാപ്പ് അവിടെ കറക്റ്റായിട്ട് ഉണ്ടായിരിക്കും. ആ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് എക്സാക്ട് ഡയമെൻഷൻസിലുള്ള ഗ്യാപ്പ് ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്യാപ്പിലായിരിക്കും ഈ മോൾട്ടൺ മെറ്റൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പ്രഷർ ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ വെച്ചിരിക്കും. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ അകത്തുള്ള ഗ്യാപ്പ് എന്താണോ ആ ഗ്യാപ്പിലായിരിക്കും മോൾട്ടൺ മെറ്റൽ ഇരിക്കുന്നത്. അതായത് അതൊരു മൗൾഡ് ക്യാവിറ്റി ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ അത് ഇതിൻ്റെ അകത്തുള്ള മോൾട്ടൺ മെറ്റൽ സോൾവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ മെയിൽ പാർട്ടിനെ റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ റിജക്ടർ പിന്ന് താഴെ ഇവിടെ റിജക്ടർ പിന്ന് ഉണ്ടായിരിക്കും. ഇതിൻ്റെ അകത്ത് ഫീമെയിൽ പാർട്ടിനകത്തുള്ള റിട്ടൈൻ ചെയ്തിരിക്കുന്ന ആ കാസ്റ്റിങ്ങിനെ മോളോട് പുഷ് ചെയ്യാനായിട്ട്. അങ്ങനെ ഇജക്ടർ പിന്ന് ഉപയോഗിച്ച് ഈ കാസ്റ്റിങ്ങിനെ പുറത്തെടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കമ്പോണൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് സ്ക്യൂസ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലും മൗൾഡ് എന്ന് പറയുന്നത് പെർമനൻറ്റ് മൗൾഡ് തന്നെയാണ്. 2 പീസായിട്ടായിരിക്കും ആ മൗൾഡ് ഇരിക്കുന്ന. 2 പീസ് എന്ന് പറഞ്ഞാൽ ഒന്ന് മെയിൽ പാർട്ടും മറ്റത് ഫീമെയിൽ പാർട്ടും. അപ്പോൾ മെയിൽ പാർട്ട് ഫീമെയിൽ പാർട്ടിൻ്റെ അകത്തേക്ക് കയറും. അപ്പോൾ ഫീമെയിൽ പാർട്ടിലായിരിക്കും നമ്മൾ മെഷേർഡ് ക്വാണ്ടിറ്റി മോൾട്ടൺ മെറ്റലായിരിക്കും ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് പ്രഷർ അപ്ലൈ ചെയ്ത് മെയിൽ പാർട്ടിനെ ഫീമെയിൽ പാർട്ടിൻ്റെ അകത്തേക്ക് കയറ്റുന്നു. എന്നിട്ട് ആ പ്രഷർ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടും ഇടയ്ക്കുള്ള ആ ഒരു ഗ്യാപ്പ്, ആ ഒരു ക്ലിയറൻസ് ആണ് മൗൾഡ് ക്യാവിറ്റി ആയിട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് മോൾട്ടൺ മെറ്റൽ ഇരുന്ന് സോൾഡിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഈ മെയിൽ പാർട്ട് റിലീസ് ചെയ്തതിന് ശേഷം ഈ കാസ്റ്റിംഗ് നമ്മൾ പുറത്തെടുക്കുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സ്ക്യൂസ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതും 10 മാർക്സിന് ചോദിക്കാൻ സാധ്യതയില്ല, എന്നാലും 5 to 7 മാർക്സിന് ചോദിക്കാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഫിഗർ വരയ്ക്കുക. പ്രോസസ്സ് സിമ്പിൾ സെൻറ്റൻസിൽ നമുക്ക് എഴുതാനൊക്കും. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഡൈ കാസ്റ്റിംഗ്, പ്രഷർ ഡൈ കാസ്റ്റിംഗ് അല്ലെങ്കിൽ ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗ്, അതിലൊക്കെ നമ്മൾ എഴുതിയ സെയിം അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസ് തന്നെ ഈ സ്ക്യൂസ് കാസ്റ്റിങ്ങിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ലേബറിൻ്റെ വർക്ക് ചെയ്യുന്ന ആവശ്യമില്ല. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓട്ടോമേറ്റഡ് ഒക്കെ ആക്കാനൊക്കെ കറക്റ്റ് ക്വാണ്ടിറ്റി മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നതും പ്രഷർ അപ്ലൈ ചെയ്യുന്നതും അതിനുശേഷം അത് സോൾഡിഫൈ ചെയ്യപ്പോഴേക്കും അത് റിമൂവ് ചെയ്യുന്നതെല്ലാം ഓട്ടോമേറ്റഡ് ആക്കാനൊക്കെ കമ്പ്യൂട്ടർ കൺട്രോൾ റോബോട്ടിക് ഹാൻഡ്സ് ഉപയോഗിച്ചൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇത് ലേബർ വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതാണ് സ്ക്യൂസ് കാസ്റ്റിംഗ് എന്ന് പറയുന്ന കാസ്റ്റിംഗ് പ്രോസസ്സ്. അപ്പോൾ ബാക്കി ഇനി നമുക്ക് അടുത്ത വീഡിയോസിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ എത്രയേ ഉള്ളൂ. താങ്ക് യു.